പ്രായമാകുമ്പോൾ ഉപേക്ഷിക്കപ്പെടുന്നവരുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് സ്വന്തം മക്കൾ തന്നെ ഉപേക്ഷിക്കപ്പെടുന്ന മാതാപിതാക്കളുണ്ട്. മാത്രമല്ല ബന്ധുക്കൾ ഉപേക്ഷിക്കപ്പെടുന്നവരും ഒക്കെ ഉണ്ട്. പത്തനാപുരം ഗാന്ധി ഭവനിൽ നിരവധി പേരാണ് ഇത്തരത്തിൽ ഉപേക്ഷിക്കപ്പെട്ട് അവിടെ അന്തേവാസികളായി കഴിയുന്നത്. ഇത്തരത്തിൽ ഉപേക്ഷിക്കപ്പെട്ട സഹോദരനാൽ ഉപേക്ഷിക്കപ്പെട്ട ഒരാൾ കഴിഞ്ഞ ദിവസം ഗാന്ധി ഭവനിലെത്തി. ആ ഉമ്മ ഒരു ഇസ്ലാം മത വിശ്വാസിയാണ്. അതോടൊപ്പം തന്നെ ഉറച്ച മതവിശ്വാസത്തോടൊപ്പം തന്നെ ആ ഉമ്മ പറയുന്ന ഗാന്ധി ഭവനിൽ എത്തിയ ശേഷം ആ ഉമ്മ അവിടുത്തെ അധികാരികളോട് അവിടുത്തെ ആൾക്കാരോട് പറയുന്ന വാക്കുകൾ നമ്മൾക്കൊന്ന് കേൾക്കാം. മരിക്കുന്ന ദൈവത്തിനെല്ലാം അറിയാവുന്ന അവരുടെ വിശ്വാസം കൊണ്ടായിരിക്കാം അങ്ങനെയുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാകാം. പലപ്പോഴും തെറ്റിദ്ധാരണ ഉണ്ടാകാം. ഇതുപോലെയുള്ള കേന്ദ്രങ്ങളിൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ നഗരസഭയോ മുൻകൈയെടുത്ത് എവിടെയും കൊണ്ടുപോയി ശ്മശാനത്തിൽ കൊണ്ടുപോയി മറവാടുന്ന രീതിയാണെന്ന് ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാകുക. പക്ഷെ ഗാന്ധി ഭവൻ പോലെയുള്ള സ്ഥാപനങ്ങളിൽ അവിടെ എല്ലാ മതസ്ഥരും താമസിക്കുന്ന എല്ലാ മതവിഭാഗങ്ങളിൽപ്പെടുന്ന അന്തേവാസികളും താമസിക്കുന്ന ഒരിടമാണ്. അവരവരുടെ മതവിശ്വാസങ്ങൾക്കനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം അവിടെ കൊടുക്കുന്നുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് അവിടുത്തെ അന്തേവാസികളായ അമ്മമാർക്ക് താമസിക്കാൻ യൂസഫ് അലിക്ക സംഭാവന ചെയ്ത കെട്ടിടം ഉദ്ഘാടനം കഴിഞ്ഞത്. പിന്നീട് അവിടുത്തെ അച്ഛന്മാർക്ക്, അതായത് അവിടുത്തെ പുരുഷന്മാർക്ക് താമസിക്കാനും പുതിയൊരു കെട്ടിടത്തിന് കഴിഞ്ഞ മാസമാണ് യൂസഫ് അലിക്ക് 20 കോടി രൂപയോളം കൊടുത്തത്. ആ തരത്തിൽ വിവിധ ഇടങ്ങളിലുള്ള സഹായ ആസ്ഥാനങ്ങൾ കൊണ്ട് ആരാരുമില്ലാതെ നിരവധി പേർക്ക് ഒരു അഭയം കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് ഗാന്ധി ഭവൻ. അപ്പൊ അങ്ങനെയുള്ള ഗാന്ധി ഭവനിൽ തീർച്ചയായിട്ടും അവിടുത്തെ എല്ലാ മതവിഭാഗങ്ങളിൽ പെടുന്നവരുണ്ട്. ആ മതവിഭാഗങ്ങളിൽ പെടുന്നവരുണ്ടെങ്കിൽ തന്നെ അവരൊക്കെ അവരുടെ മതവിശ്വാസങ്ങൾക്കനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും എല്ലാം അവിടെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും മക്കൾ തള്ളുന്ന മാതാപിതാക്കളും അതുപോലെ തന്നെ കുടുംബങ്ങൾ തള്ളുന്ന ഈ ഉമ്മമാരെ പോലുള്ളവരും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ ക്രമാതീതമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം സ്ഥാപനങ്ങളുടെ നിലനിൽപ്പ് സമൂഹത്തിന് അത്യാവശ്യമായി മാറിക്കൊണ്ടിരിക്കുന്നു. ദിനംപ്രതി എന്നോണം ഇത്തരം സ്ഥാപനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഉള്ളത്. അതുകൊണ്ട് ഇത്തരം സ്ഥാപനങ്ങളെ സഹായിക്കേണ്ടതും അതുപോലെ തന്നെ അവിടെ അന്തേവാസികൾ കഴിയുന്നവരെ സന്ദർശിച്ച് അവർക്ക് വേണ്ടുന്ന ഒരു നമ്മൾ നിമിത്തം അവർക്കൊരു സന്തോഷം കിട്ടുകയാണെങ്കിൽ അത് അവരോട് നമ്മൾ കാണിക്കുന്ന ഏറ്റവും വലിയൊരു പുണ്യമായിരിക്കാം. അതുകൊണ്ട് ഇത്തരം സ്ഥാപനങ്ങളെ സന്ദർശിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന സഹകരണങ്ങളോ നൽകുകയോ ചെയ്യേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയായി കാണണമെന്നാണ് ഈ അവസരത്തിൽ നിങ്ങളോട് ഉണർത്താനുള്ളത്.